ശബ്ദത്തിന്റെ ആവൃത്തി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ശബ്ദത്തിന്റെ സ്വഭാവ സവിശേഷതകളെപ്പറ്റി പഠിക്കാം. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ സ്ഥായി അഥവാ പിച്ച് എന്ന് വിളിക്കാം. ഇത് ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള സംഗീത ഉപകരണങ്ങളെ നമുക്ക് അറിയാം. ഇവയിൽ മൃദുവായും ശക്തമായും കൊട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദവ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ശബ്ദത്തിന്റെ ഉച്ചത അഥവാ ലൗഡ്നെസ് എന്ന സവിശേഷതയിലുള്ള വ്യത്യാസം കാരണമാണ് ഈ ശബ്ദവ്യത്യാസം ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും വ്യത്യാസമാണല്ലേ? സംഗീതവും ഒച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Sound produced with regular vibration and which is pleasant to hear is music, and sound produced with irregular vibration and which is unpleasant to hear is noise. ശബ്ദം ഒരാളിൽ ഉണ്ടാകുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത അഥവാ ലൗഡ്നെസ്. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ. ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ട് അളക്കാം. വിവിധ ശബ്ദ സ്രോതസ്സുകളിൽ നിന്ന് ശബ്ദം നമ്മുടെ അടുത്തെത്തുന്നത് എങ്ങനെയാണ്? ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദം വായുവിലൂടെ മാത്രമാണോ സഞ്ചരിക്കുന്നത്? അല്ല, ശബ്ദത്തിന് ജലത്തിലൂടെയും മറ്റു ഭൗതിക വസ്തുക്കളിലൂടെയും പ്രേഷണം ചെയ്യാൻ സാധിക്കും. We know that a material medium is required for the transmission of sound from one place to another. Let us perform an experiment to prove this. The experimental setup is shown here. An electric bell is suspended inside an airtight glass bell jar. The bell jar is connected to a vacuum pump as shown here. The electric circuit is switched on. The electric current flows through the circuit. We observe that the hammer of the bell is striking the gong and sound is produced. Slowly the air is withdrawn from the jar by starting the vacuum pump. What happens to the intensity of sound? The intensity of sound goes on decreasing, and finally when all the air is pumped out of the jar, no sound is heard. The hammer of the electric bell is still seen striking the gong repeatedly. This clearly proves that a material medium is required for the propagation of sound.